ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. രാവിലെ തന്നെ പത്രം വായിക്കുന്ന ഒരു ശീലമുണ്ട്. മുഴുവനായൊന്നും വായിക്കില്ല, ഹെഡ്ലൈനൊക്കെ കുറച്ചൊന്ന് നോക്കും. പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ കുറച്ചു നേരം അതിന്റെ അടുത്ത് പോയി നിൽക്കും. പിന്നീട് ഇവരാണ് ഇവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് മാങ്ങ ഉണങ്ങാനുണ്ട്. അത് അമ്മയുടെ ജോലിയാണ്, അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറുമാണ് എന്റെ ഫേവറേറ്റ്. രാവിലെ തന്നെ കുളിച്ച് നനച്ച് റെഡി ആയി കേട്ടോ. അങ്ങനെ അധിക നേരം ഒന്നും ഞാൻ കണ്ണാടിക്ക് മുമ്പ് നിൽക്കാറില്ല കേട്ടോ. പിന്നെ വെയിലത്തുള്ള വർക്ക് ആയതുകൊണ്ട് സൺസ്ക്രീം ഇടും, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെ പെർഫ്യൂം ഒന്നും വേണമെന്നില്ല, എന്നാലും ഒന്ന് അടിക്കും. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ മുതലാളി ഇരിക്കുന്നു. ഒരു ഓട്ടോയ്ക്കകത്ത് കയറുന്ന ലോഡ് ആ സ്കൂട്ടറിലുണ്ട് കേട്ടോ. അങ്ങനെ കോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യത്തെ കോള് കഴിഞ്ഞ ദിവസം പോയി മുഴുവിപ്പിക്കാതെ വന്ന ഒരു കോളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അതിന്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്നാൽ ഇന്ന് ഞങ്ങൾ അതിന്റെ ഫോൾട്ട് കണ്ടുപിടിച്ച് റിപ്പയർ ചെയ്യുകയും ചെയ്തേ. അപ്പോഴത്തേക്കും അടുത്ത കോള് കിട്ടി. നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ തണുത്ത ഒരു നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. ഇവിടെ കുറെ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ, അതെല്ലാം പരിഹരിച്ചു പോകണം. അപ്പോൾ സമയം 1:30. അപ്പോഴത്തേക്കും ബിഷപ്പിന്റെ വിളി വന്നേ. ഇനിയും ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ അടുത്ത പണി. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും പണിയിലേക്ക് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നേരെ വീട്ടിലേക്ക് പോവാണ്. അന്ന് കൃത്യം 5 മണിയായപ്പോ പണി തീർന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു ഫ്രഷ് ആയി ഇനിയും കുറച്ചു നേരം സമാധാനത്തോടെ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.